അങ്ങനെ ചക്കക്കാലം കഴിയേണ്ട ഒരു സമയമായപ്പോൾ ഒരു ചക്കയും കൂടി കിട്ടിട്ടോ. അപ്പോൾ അതങ്ങോട്ട് കൊത്തി നുറുക്കി ചട്ടിയിലാക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി കുടുക്കയിലാക്കി അടുപ്പത്ത് കേട്ടോ. അപ്പോൾ ഈ ചക്ക എപ്പോഴും വെക്കുമ്പോഴും പറയും ചക്കക്കുരു അതിൻ്റെ ഒപ്പിടണമെന്ന്, അല്ലെങ്കിൽ ഈ ചക്ക കരയുത്രേ. ഇത്രയും മക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു മക്കൾ പോലും എൻ്റെ കൂടെ പോകുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അത്ര ചക്ക കരയുക. ഏതെങ്കിലും അമ്മ അങ്ങനെ വിചാരിക്കുമല്ലേ, ഓരോരോ കണ്ടുപിടുത്തങ്ങൾ. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സുന്ദരിയാക്കി വെള്ളം ഒഴിച്ചതായ അടുപ്പത്ത് കൊണ്ടു വെച്ചിട്ടോ. മങ്കുടുക്ക ഇത് കൊള്ളാൻ മാത്രമുള്ളൊരു മങ്കുടുക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ കുടുക്കയിൽ വെച്ചു. അങ്ങനെ ആവിയിൽ കുതിർന്നത് അങ്ങനെ വെന്തുടഞ്ഞു കേട്ടോ. ഞാൻ തേങ്ങയും ഉള്ളിയും പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും പെരുംജീരൊക്കെ കൂട്ടി ചേർത്ത് അരച്ച് അതൊക്കെ ഒഴിച്ചെടുത്തിട്ടോ. 10 മണിയാകുമ്പോൾ ഇത് ആയിക്കിട്ടി എന്തായിരിക്കും അല്ലേ, അത് ചൂടോടുക്കനെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇനിയിപ്പോൾ മഴക്കാലമായ ഇതുപോലെ ചക്കയൊന്നും കിട്ടൂല, കിട്ടിയാൽ തന്നെ അതിൽ വെള്ളം ഇറങ്ങി അത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പഴുത്ത ചക്കയായാലും പച്ച ചക്കയായാലും അല്ലേ. ഈ വേനൽക്കാലത്ത് കിട്ടുന്ന ചക്കയുടെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പം എന്താ ഇപ്പം ഇനി ഈ വർഷത്തെ ലാസ്റ്റ് ചക്കയായിരിക്കും ഇത്, അത് ഉറപ്പാണല്ലോ അല്ലേ. അങ്ങനെ ജൂണൊക്കെ ആയാൽ നല്ല മഴയൊക്കെ വരുമല്ലോ, അപ്പം ഇനി ചക്കയൊന്നും കിട്ടലുണ്ടാവില്ല. അപ്പോൾ കിട്ടിയപ്പോൾ അത് കയ്യോടെ ഇന്ന് രാവിലെ കിട്ടി അതങ്ങനെ കയ്യോടെ കൂട്ടാൻ വെച്ചിട്ടോ. അങ്ങനെ അതങ്ങനെ ഇളക്കി മുറിച്ചതൊക്കെ ചട്ടി കടുകും വേപ്പിൻ്റെ എല്ലാം ഇട്ട് അങ്ങോട്ട് പൊട്ടിച്ച് വറുത്തിട്ടിട്ടോ.